ഈ കാണുന്ന ആഡംബരവും ഷോയും ഒക്കെ ഉള്ളൂ. പാവങ്ങളാ ഞങ്ങള്. ആരാ മോളെ പാവങ്ങളല്ലാത്തത്? ഒരർത്ഥത്തിൽ എല്ലാവരും പാവങ്ങളാ. ചിലർ സാമ്പത്തികമായിട്ട്, ചിലർ മറ്റു തരത്തില്. ഇപ്പോഴാ ദേവൂന് ഈ സാഹിത്യവാസന എവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായത്. യഥാ പിത തഥാ പുത്രി. ചേച്ചി ഇലക്ട്രോണിക്സ് മാത്രമല്ല സംസ്കൃതം പഠിച്ചിട്ടുണ്ടല്ലേ? ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നതാ. ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ജീവിതത്തോട് പടവെട്ടി സർവൈവ് ചെയ്യാൻ ആ പാഠങ്ങളൊക്കെ തന്നെയാവും എന്നെ സഹായിക്കുന്നത്. അപ്പോ അല്പസ്വല്പം ഫിലോസഫിയും കയ്യിലുണ്ടല്ലേ? പടപൊരുതി ജീവിക്കാനുള്ള മനസ്സ് നല്ലതാ. അപ്പൊ ഇലക്ട്രോണിക്സ്, പാചകം, ഫിലോസഫി, പിന്നെ സംസ്കൃതം. സംസ്കൃതം ഇനി എന്തൊക്കെയാണാവോ അറിയാൻ പോകുന്നത്. എല്ലാം അറിഞ്ഞില്ലെങ്കിലും ചിലതെല്ലാം നിങ്ങളൊക്കെ അറിയും അല്ലേ മാഷേ? ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമെന്ന് ഞാൻ കരുതുന്ന ഒരു അധ്യായം. അതിൻ്റെ താളുകൾ ഒന്നൊന്നായി മറിച്ചു തുടങ്ങുകയാണ്, മനസ്സിൽ കുറിച്ചിട്ട ഒരു വാക്കിനായി. എനിക്കറിയില്ല എത്ര താളുകൾ മറിച്ചു കഴിഞ്ഞാലാവും ഞാൻ അന്വേഷിക്കുന്ന ആ വാക്ക് എനിക്ക് കണ്ടെത്താനാവുക എന്ന്. പക്ഷേ അവസാന താളിലെങ്കിലും, ചിതറിത്തെറിച്ച അക്ഷരങ്ങളായെങ്കിലും എനിക്ക് ആ വാക്ക് വേണം. അതുവരെ തുടരണം എനിക്ക് ഈ യാത്ര. എവിടെയായിരുന്നു നീ ഇത്ര നേരം? വരാൻ വൈകുമ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? നിന്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടിയതുമില്ല. ഞാൻ ആ വിഷ്ണുങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു മമ്മി, അങ്കിളിന് ചില തെളിവുകൾ ശേഖരിക്കാൻ. എന്നിട്ട് എന്തെങ്കിലും? വ്യക്തമായിട്ടൊന്നും പറയാറായിട്ടില്ല. ഇനിയിപ്പോ എന്ത് കിട്ടിയിട്ടെന്താ, എന്ത് പറഞ്ഞിട്ടെന്താ? പോകാനുള്ള ആള് പോയില്ലേ? ഡാഡി ഉണ്ടായിരുന്നപ്പോ എന്തിനും ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ മനസ്സ് നിറയെ വല്ലാത്തൊരു പേടിയാ മോനെ. അതുകൊണ്ടാ പറയുന്നേ, എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോണം. മമ്മി പറയുന്ന കേട്ടാ തോന്നും ഞാനൊരു കൊച്ചുകുട്ടിയാണെന്ന്. അതെ, മമ്മിക്ക് നീ ഇപ്പോഴും കൊച്ചുകുട്ടിയാ. ഇവിടെ ഉള്ളില് തീയാ.
എല്ലാ ധൈര്യത്തോടു കൂടിയായിരുന്നു ഇത്ര നാളും. എന്നിട്ട് കണ്ടില്ലേ? വേണ്ട മോനെ, പഴയ പോലൊന്നും ഇനി വേണ്ട. കുറച്ചൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാ. ആ പിന്നെ, നിനക്കൊരു ഫോൺ ഉണ്ടായിരുന്നു. ആരാണെന്നൊന്നും പറഞ്ഞില്ല. നീ ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ വിളിക്കാന്നും പറഞ്ഞ് കട്ട് ചെയ്തു. മമ്മി, ഞാനെടുക്കാം. ഹലോ. ഹലോ മിസ്റ്റർ വില്യം, ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങളുടെ സ്വന്തം അജ്ഞാതൻ. എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും എൻ്റെ ഈ അജ്ഞാത പരിവേഷം ഒന്ന് അഴിച്ചു മാറ്റാൻ കഴിയുന്നില്ല നിങ്ങൾക്ക്, അല്ലേ മിസ്റ്റർ വില്യം? ഇല്ലടാ, അധികം വൈകാതെ അതുണ്ടാവും. നിന്റെ ഈ പരിവേഷം ഞാനങ്ങ് വലിച്ചു കീറും. പുറത്ത് കൊണ്ടുവരും നിന്നെ ഞാൻ. ഓക്കെ, ഞാൻ അതിനെന്നേ തയ്യാറാണ്. പക്ഷേ വലിച്ചു കീറണം നീ എന്നെ. അതുവരെ ഞാൻ ഉണ്ടാവും ഇതേപോലെ. ഡാഡിയുടെ അതേ ഗുണം, അതേ വീര്യം, അതേ ശൂരത കൊള്ളാം. പക്ഷെ മോനെ വില്യം, നിന്റെ ഡാഡി ഇപ്പോ അങ്ങ് പരലോകത്താ. ചെയ്തു കൂട്ടിയ പരാക്രമങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം എന്താ? അവിടെയും നിനക്ക് നിന്റെ ഡാഡിയെ പോലെ ആവണം. എന്താടാ നിർത്താറായില്ല നിന്റെ ചീപ്പ് ഭീഷണി? നീ കളിക്കുന്നത് വില്യമിനോടാ, നിനക്കറിയാത്തൊരു വില്യമിനോട്. അത് ഓർമ്മ വേണം. വേണ്ട മോനെ, ചത്തുപോയ തന്തയുടെ അതേ പിഴച്ച വഴിയിലൂടെ നീയും നടക്കണ്ട. അത് അപകടമാണ്. അതൊന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഹലോ ഹലോ. അവൻ തന്നെയാ അല്ലേ മോനെ? ഉം. എന്റെ ദൈവമേ, മതിയായില്ലേ? ഇനി അവൻ എന്താ വേണ്ടത്? മോനെ സൂക്ഷിക്കണേടാ. ഇല്ല മമ്മി, ഇനി സൂക്ഷിക്കേണ്ടത് അവന്. എന്റെ കർത്താവേ. ഈ അജ്ഞാതൻ എന്ന് പറഞ്ഞോണ്ടായോ അവനെ ഒന്ന് കണ്ടുപിടിക്കണ്ടേ? നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടാണോ? നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സർക്കിൾ ഒന്ന് മനസ്സുവെക്കണം. എന്നാ പുല്ല് പോലെ പിടിക്കാവന്. ആവാവുന്ന തരത്തിലൊക്കെ അയാളും അന്വേഷിക്കുന്നുണ്ട്. കുറച്ചൊക്കെ ആകാത്ത തരത്തിലും അന്വേഷിക്കണം. അല്ലാതെ ഇന്നാ പിടിച്ചോന്നും പറഞ്ഞ് അയാള് മുമ്പിൽ വന്ന് നിന്ന് തരിയൊന്നുമില്ല. ഇതിപ്പോ നാളെ എത്രയായി അവന്റെ ഒരു ഫോൺ വിളി? എന്തായാലും കാണാമറയി തിരിക്കുന്നുണ്ട് മാത്രം അവനെ ഒരു നിസാരക്കാരനായിട്ട് കാണണ്ട. എന്റെ സംശയം, നമ്മൾ അന്ന് ശിവനെ അന്വേഷിച്ചു പോയപ്പോ കണ്ട ആ സുബ്രഹ്മണ്യനാണോ ഈ അജ്ഞാതനെന്ന? അവന്റെ രീതി തന്നെയാ കേട്ടെടുത്തോളം ഇവനും. ഏത് സുബ്രഹ്മണ്യമായാലും എനിക്ക് അവനെ കിട്ടണം. എന്താ അവന്റെ ഉദ്ദേശം എന്നറിയണം. എന്തുദ്ദേശമായാലും ഒരു കാര്യം ഉറപ്പാ, അവന്റെ പിന്നിൽ ആ പ്രൊഫസറോ മക്കളോ ഉണ്ട്. പ്രൊഫസറുമായുള്ള സംഭവം കഴിഞ്ഞാൽ പിന്നെയാ അവൻ തലപൊക്കാൻ തുടങ്ങിയത്. അത് മാത്രം ആലോചിച്ച പോരെ? അവനെ വെച്ച് അവര് കളിക്കുക. സത്യാവസ്ഥ അറിയണമെങ്കിൽ അവരെ തന്നെ പൊക്കണം. പൊക്കിയിട്ടെന്താ? വാ തുറന്ന് പറയണ്ടേ? ആ മൂത്ത പെണ്ണിനെ നമ്മുടെ സർക്കിളിട്ടൊന്ന് വരട്ടിയിട്ട് കമാന്നൊരു അക്ഷരം മിണ്ടിയവള് ഇല്ല. ആശുപത്രി ചെന്ന് ആ പ്രൊഫസറെ നമ്മുടെ അച്ചായനും വില്യമും കൂടെ ഒന്ന് കുടഞ്ഞതാ. എന്താ കാര്യം ഉണ്ടായേ? കാര്യം ഉണ്ടാവും. പ്രൊഫസർക്ക് ഒരു മോഡലല്ലോ, ഒരുത്തി കൂടിയുണ്ട്. അവളെ ഒന്ന് കിട്ടണം, ആ ദേവയാനിയെ. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. നിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ദാ ഇതുപോലെ ഇങ്ങനെ തനിച്ചൊന്ന് കിട്ടാൻ കിട്ടി. അതല്ലേലും ചില നേരത്തെങ്കിലും ദൈവം എന്റെ കൂടെയാ. വില്യമിന് എന്താ വേണ്ടത്? അങ്ങനെ ആവശ്യപ്പെടാൻ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, ചില ചെറിയ കാര്യങ്ങൾ. അതെന്താണെന്ന് നിനക്ക് അറിയുകയും ചെയ്യാം. ചോദിക്കാതെ തന്നെ അതങ്ങ് പറഞ്ഞൂടെ? മനസ്സിലായില്ല വില്യം എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. മോളെ ദേവയാനി, നീ സംസാരിക്കുന്ന വില്യമിനോടാണ്, അലക്സാണ്ടർ പേട്ടയുടെ മകൻ വില്യമിനോട്. അത് ഓർമ്മ വേണം. എന്റെ ഡാഡിയുടെ മരണം അതൊരു കൊലപാതകമായിരുന്നു. അത് നീ അറിഞ്ഞില്ലെന്ന് പറയില്ലല്ലോ. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളും നിനക്കറിയാം. എനിക്ക് എന്തറിയാന്ന് നീ പറയുന്നേ?
വില്യമിന്റെ ഡാഡി ആരോ കൊന്നു. അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല. ഇത് പോലീസിന്റെ മുമ്പിൽ നിന്റെ ചേച്ചി കാണിച്ച അഭ്യാസം അതെന്തായാലും എന്റെ അടുത്ത് വേണ്ട. കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോ മനസ്സിൽ തെളിഞ്ഞത് നീയും നിന്റെ കുടുംബമാണ്. പിന്നെ അതങ്ങ് മനസ്സിൽ നിന്ന് മാച്ചു കളഞ്ഞു. കാരണം കൊല്ലാൻ മാത്രമുള്ള തന്നിടമൊന്നും നിന്റെ കുടുംബത്തെ ആർക്കും ഇല്ലെന്ന് തോന്നി. പക്ഷെ ഇപ്പോ കൊല്ലാനല്ലെങ്കിലും കൊല്ലിക്കാനുള്ളൊരു ധൈര്യം നിനക്കോ നിന്റെ കുടുംബത്തുള്ള മറ്റാർക്കോ ഉണ്ടെന്നുള്ളൊരു സംശയം. അതാ ഞാൻ വന്നത്. എത്ര ശ്രമിച്ചിട്ടും നിന്റെ ചേച്ചി എല്ലാം നിഷേധിച്ചു. അത് നീയും ആവർത്തിക്കരുത്. ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വില്യം ഞങ്ങളിൽ നിന്ന് അറിയാൻ ശ്രമിക്കുന്നത്. ആരെയും കൊല്ലാനും കൊല്ലിക്കാനുള്ള ശത്രുതയൊന്നും ഞങ്ങൾക്ക് ആരോടുമില്ല. എങ്കിൽ പിന്നെ ആരാടി നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും രക്ഷകനായി ചമഞ്ഞ് ഞങ്ങളുടെ പിന്നാലെ കൂടുന്നത്? ഡാഡിയുടെ മരണത്തിന് മുമ്പും ശേഷവും ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ആജ്ഞാതനാരാ? അറിയില്ല വില്യം. നിങ്ങൾ ഈ പറയുന്നതല്ലാതെ അങ്ങനെ ഒരാളെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിയാതെ മോളെ. നിനക്കറിയാം അവൻ ആരാണെന്ന്. നീയെങ്കിലും അറിയാതെ അവൻ നിന്റെ കുടുംബത്തിന്റെ രക്ഷകനായി അവതരിക്കില്ല. പറയടി, ആരാവൻ? പറഞ്ഞല്ലോ അറിയില്ലാന്ന്. അത് വെറുതെ. എനിക്ക് വേണം അവനെ. കണക്കുകളെല്ലാം തീർക്കാൻ എനിക്ക് അവനെ കിട്ടിയേ പറ്റൂ. പറയടി, പറയടി, പറയാൻ. എന്താ മാഷേ ഇത്? വഴി കിടന്നൊരു കയ്യാങ്കളി. ഇതേതാ പുതിയ അവതാരം? ഏതാടി നീ? അതൊക്കെ പറയാം. അതിനൊക്കെ ഇനി സമയം കിടക്കുമല്ലേ. ഇപ്പൊ കുറച്ച് ബിസിയാ. ദേവ് വന്നേ. നിക്കടെ അവിടെ. അതെ, എടി പോടി ഡയലോഗ് വേണ്ട. ശീലം ഉണ്ടാവില്ല. എന്നാലും കുറച്ച് മാന്യതയൊക്കെ ഇനിയെങ്കിലും ശീലിക്കുന്നത് നല്ലതാ. ദേവ് വാ. അങ്ങനെ അങ്ങ് പോയാലോ? എന്റെ ചോദ്യത്തിന് നീ ഉത്തരം പറഞ്ഞില്ല. വിടനിയ, ദേഹത്ത് തൊട്ടുള്ള ചോദ്യോത്തര പങ്ക്തി വേണ്ട. സിനിമയിലൊക്കെ കാണുന്നത് പോലെ നായികയെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുന്ന വില്ലൻ കുറെ കഴിയുമ്പോ ദാ ഇതുപോലെ കയ്യെ കയറി പിടിക്കും. പറ്റിയലങ്ങ് തട്ടിക്കൊണ്ടുപോകും. ആ ലൈനൊക്കെ ഇപ്പൊ സിനിമയിൽ മാത്രമേ ഉള്ള ആശാനെ. ജീവിതത്തിൽ നടക്കില്ല. നടക്കോ നടക്കില്ലെന്ന് ഞാൻ തീരുമാനിക്കും. വെറുതെ വില്യമിന്റെ വഴി തടഞ്ഞ് പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്ത് പ്രശ്നം? എല്ലാത്തിനും ഒരു വകുപ്പ് ന്യായമൊക്കെ വേണ്ടേ? അല്ലാതെ ഒരു പെണ്ണിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്താന്നൊക്കെ പറഞ്ഞ ഷെയിം. പിന്നെ അറിയാലോ, നേർക്ക് നേരെ നിന്നൊരു പെണ്ണിനെ നോക്കിയാ മതി, അടുത്ത സെക്കൻഡ് കിട്ടും കയ്യാലൊരു വിലങ്ങ്. സോ ബി ജെന്റിൽ ബൈ ഓൾ മീൻസ്. ദേവു വാ പോവാം. ഞാൻ ഇവളെ കൊണ്ടുപോവാ. അറിയാനും പറയാനും ഇനിയും വല്ലതും ഉണ്ടെങ്കിലേ അഡ്രസ് അറിയാലോ. ഒരു കത്തിട്, മറുപടി ഉറപ്പായിട്ടും തരാം. ആ പിന്നെ നേരത്തെ ഒന്ന് ചോദിച്ചില്ലേ ഞാൻ ആരാണെന്ന്? തൽക്കാലം പേര് മാത്രം പറയാം. ഗ്രീഷ്മ. കളിച്ച വില്യമിനെക്കാളും പെശ കാണേ ഗ്രീഷ്മ. കൊള്ളാലോ. എനിക്ക് തോന്നുന്നത് നമ്മളായിട്ട് അവരോട് ഇനി ഒരു പ്രശ്നത്തിന് പോവണ്ടെന്നാ. കുറെ അനുഭവിച്ചില്ലേ, ഇനി എന്തിനാ? ആ ഇതാ കുഴപ്പം. ആരെന്ത് കാണിച്ചാലും പേടിച്ച് ചുരുണ്ടുകൂടുന്ന ഈ ശീലം. മോൾക്ക് അവരെ ശരിക്കും അറിയാഞ്ഞിട്ടാ. നിങ്ങളൊക്കെ പറഞ്ഞ് കുറെയൊക്കെ എനിക്കും അറിയാലോ. ഇന്നത് ഏറെക്കുറെ മനസ്സിലാവുകയും ചെയ്തു. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പേടിച്ചിരിക്കുന്നോണ്ട് ഒരു കാര്യമില്ല. ഇന്ന് തന്നെ ട്രെയിനിൽ ബുക്ക് ചെയ്തിരുന്ന എൻ്റെ സ്കൂട്ടർ എടുക്കാൻ പോയത് കൊണ്ട് എനിക്ക് ആ സമയത്ത് അവിടെ എത്താൻ പറ്റി. ഇവനോടൊക്കെ നിവർന്ന് നിന്ന് 4 വർത്തമാനം പറയാനുള്ള ധൈര്യം നമ്മൾ കാണിച്ചാൽ മതി. പിന്നെ തലപൊക്കില്ല. അയാള് പോയപ്പോ എല്ലാം ഒന്ന് ഒതുങ്ങിയെന്ന് കരുതിയതാ. പക്ഷെ മോനായിട്ട് വീണ്ടും എല്ലാം തുടരാനോ ഉദ്ദേശം തോന്നുന്നു. അതങ്ങനെ തുടരാൻ അനുവദിക്കരുത്. താഴ്ന്നു കൊടുത്താ ഇനി അവൻ തലേ കയറും. ഇന്നിപ്പോ അവൻ വഴി തടഞ്ഞിർത്തി ഭീഷണിപ്പെടുത്തി. നാളെ അവൻ വേറെന്തെങ്കിലും അവൻ ചെയ്യാ. അതിനുള്ള തന്റെ ഇടം അവനിനി ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ മൂവ്മെന്റ്സ് ഉണ്ടാവണം. കുട്ടി എന്താ ഉദ്ദേശിക്കുന്നത്? അവനോ അവന്റെ ആൾക്കാരോ ഇനി നമുക്കെതിരെ തിരിയരുത്. പ്രതികരിക്കാൻ കഴിവുള്ളവരാ നമ്മളെന്ന് അവനും ഒന്നറിയട്ടെ. എങ്ങനെ പ്രതികരിക്കാനാ മോളെ? അവരുടെ അത്രയും പണവും സ്വാധീനവും നമുക്കുണ്ടോ? എന്നുവെച്ചാ അവരെന്ത് ചെയ്താലും അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും അങ്ങ് ജീവിച്ചോണോന്നോ? അതല്ലേ ശാരദാമ്മ പറഞ്ഞു വരുന്നേ. അങ്ങനെ അങ്ങ് കീഴടങ്ങി കൊടുക്കുന്നതിന് മുമ്പ് ചിലതൊക്കെ നമ്മൾ ചെയ്യണ്ടേ? അതൊന്നും ഉണ്ടായില്ല ഇതുവരെ. അതുകൊണ്ടാണ് ഇത് എത്രത്തോളം എത്തിയത്.
ഇന്നത്തെ സംഭവത്തോടെ അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് തുടങ്ങി വെക്കെങ്കിലും ചെയ്യാം, വേണ്ടേ? ചേച്ചി പറയാ എന്താ ചെയ്യേണ്ടത്? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. കൂടി വന്ന ലോക്കൽ സ്റ്റേഷനിലൊരു പരാതി. അതായിരുന്നല്ലോ പതിവ്. അതുകൊണ്ടൊന്നും വില്യമിനെ പോലെ ഒരുത്തനെ തളയ്ക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് ചിന്തിക്കണം. അതിനാദ്യം വേണ്ടത് വില്യമിനെതിരെ നമ്മൾ ഓരോ പരാതി കൊടുക്കുന്നു. ഒന്ന് SP-ക്കും ഒന്ന് കളക്ടർക്കും. എന്തു പറയുന്നു? അതൊക്കെ വേണോ മോളെ? വേണം. എന്നാലേ അവന്റെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. അതുകൊണ്ടൊക്കെ അവൻ അടങ്ങും തോന്നുന്നുണ്ടോ? ആഫ്റ്റർ ഇഫക്ട്സ് എന്തു തന്നെയായാലും നമ്മൾ ഇത് ചെയ്യുന്നു, കഴിവതും പെട്ടെന്ന്. ചെയ്യാം ചേച്ചി, എന്തും വരട്ടെ, നമുക്കിത് ചെയ്യാം. അതിനു മുമ്പ് കല്യാണി ഒന്ന് വിളിക്കണം. പരാതിയിൽ അവളുടെ ഒപ്പം കൂടെ വേണം, എന്നാലേ ഒരു ബലം വരൂ. ദൈവം ഒന്ന് വിളിച്ചു നോക്ക്. ഈ ഒരാഴ്ചക്കുള്ളിൽ കിട്ടണം. കഴിയുമെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാൻ പറയും. എനിക്കൊന്ന് കാണുകയും ചെയ്യാലോ. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. അത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ മാഷേ? ഹലോ, അതെ, ആരാ സംസാരിക്കുന്നേ? ദേവയാനി ചേച്ചിയാ? ഞാൻ സുമിത്രയാ. ആ, ഞാൻ കൊടുക്കാം. ആരാ? ദേവുമോള? ഞാൻ അമ്മയാ സംസാരിക്കുന്നത്. അല്ല, അത് ചേച്ചി. എന്താ മോളെ വിശേഷിച്ച്? ചേച്ചി ഒന്നിങ്ങോട്ട് അയക്കുമെന്നറിയാൻ വേണ്ടി വിളിച്ചതാ. അയ്യോ, ഇപ്പോഴോ? നാളെ ആയാലും മതി. നാളെ എന്ന് പറയുമ്പോ ഒരു 100 കൂട്ടം തിരക്കാ മോളെ ഇവിടെ. അതിനിടയിൽ എങ്ങനെയാ മോക്കറിയാലോ ഒരു വീടാവുമ്പോഴേ. ഈ ആഴ്ചയില് ഏതെങ്കിലും ഒരു ദിവസം വിടാവോ? അതിനെന്താ, വിടാലോ. പിന്നെ സുഗുനോടും കൂടെ ഒന്ന് ചോദിക്കണം. അവൻ പോണ്ടാന്നെങ്ങാനും പറഞ്ഞ ഞാൻ എന്തു ചെയ്യും? സുഗുവേട്ടനോട് അമ്മയെന്ന് പറഞ്ഞ. ഓ, ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ല. ചേച്ചി ഇവിടെ വരേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതാ ഞാൻ. അത്യാവശ്യങ്ങൾ ആർക്കാ ഇല്ലാത്ത മോളെ? എല്ലാവർക്കും എപ്പോഴും അത്യാവശ്യങ്ങൾ തന്നെയല്ലേ. എന്താ ചെയ്യാ? പറ്റാതാവുമ്പോ ചിലതെല്ലാം വേണ്ടാന്ന് വെക്കും, അത്ര തന്നെ. ചേച്ചി എവിടെ ഉണ്ടെങ്കിൽ ഫോണൊന്ന് കൊടുക്കൂ. ഇല്ല, അപ്പുറത്താ. എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. പിന്നെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല മോളെ. അവൾ എപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയാ. ശരി, വെക്കട്ടെ. അമ്മേ, അല്പം സാമാന്യ മര്യാദയെങ്കിലും കാണിക്കേ. ഒരാൾക്കൊരു ഫോൺ വന്നാ അത് തട്ടിപ്പറിച്ച് വാങ്ങി സംസാരിക്കുന്നതേ അത്ര മഹത്വമുള്ള കാര്യമൊന്നുമല്ല. ഓ, നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക? എനിക്ക് ഇത്രയൊക്കെ മര്യാദയുള്ളൂ. ഇവിടെ ഇത് തന്നെ ധാരാള. ഒരു മര്യാദക്കാരി വന്നിരിക്കുന്നു. എന്റെ അടുത്ത് ഇതുപോലെ വക്കാലത്തും കൊണ്ട് വന്നാലുണ്ടല്ലോ, പറഞ്ഞില്ലാന്ന് വേണ്ട. ആ, കുടം കമ്മഴിത്ത് വെച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്താ കാര്യം? നീ പോടി അവിടുന്ന്. പോയിരുന്ന പോലെ വായിച്ച് പഠിക്കേ. മൊട്ടേന്ന് വിരിഞ്ഞില്ല, അപ്പോഴത്തേക്ക് തുടങ്ങി തറുതല പറച്ചില്. പോടി. ഈ അമ്മയുടെ ഒരു കാര്യം. നീ ഇങ്ങനെ വെറുതെ നിൽക്കാതെ പോയി ആ തുണികളെല്ലാം കഴുകിയിട്. എന്താ മോളെ, എന്താ അവള് പറഞ്ഞത്? ചേച്ചി വരില്ല. അതെന്താ? അവര് വിടില്ല ചേച്ചി. അത്യാവശ്യമാണെന്ന് പറയാറുന്നില്ലേ? ആരെങ്കിലും ഇവിടെ മരിച്ചു എന്നറിഞ്ഞാൽ പോലും അവര് വിടില്ല. എന്നിട്ടല്ലേ? എന്താ കല്യാണിക്ക് അവിടെ? ഒരു ദുരിതം പിടിച്ചതായി പോയി അതിന്റെ ജീവിതം. എന്തിനാ അതല്ല ഈ കുട്ടിയെ കൂടി അറിയിക്കുന്നേ? അതിനെന്താ, അവളും ഇപ്പൊ ഇവിടുത്തെ ഒരു അംഗമല്ലേ മാഷേ. മോള് വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാര പ്രശ്നങ്ങളൊന്നും അല്ല അവിടെ. ചുരുക്കി പറഞ്ഞ ആ വീട്ടിലെ എല്ലാരും അവൾക്കെതിരാ. അതെന്താ എല്ലാവരും അവളോട് അങ്ങനെ? വെറും തെറ്റിദ്ധാരണകളാ ചേച്ചി. സത്യാവസ്ഥ എത്ര ബോധ്യപ്പെടുത്തിയാലും അവരതൊന്നും അംഗീകരിക്കില്ല. മനസ്സിൽ പോലും വിചാരിക്കാത്ത ഓരോ കാര്യങ്ങളുടെ പേരിലാ അവര് ചേച്ചിയെ. ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും സുഖമെങ്കിലും കൂടെ നിൽക്കുമെന്ന് കരുതി. പക്ഷെ മറ്റുള്ളവരെക്കാളും അധികം അവളെ ഒറ്റപ്പെടുത്തുന്നതും അവഗണിക്കുന്നതും അവളുടെ ഭർത്താവ് തന്നെയാ. അങ്ങനൊരു സ്ത്രീയെ എനിക്കും പരിചയമുണ്ട്.
ജീവിതകാലം മുഴുവൻ അവഗണനയിലും ഒറ്റപ്പെടലിലും കഴിയേണ്ടി വന്ന ഒരു പാവം സ്ത്രീ. സ്നേഹിക്കുന്നു എന്നൊരു പച്ച കള്ളത്തിൽ പ്രലോഭിപ്പിച്ച് ഒരു കുഞ്ഞിനും ജന്മം കൊടുത്ത് ഒടുവിൽ ഉച്ചിഷ്ടം പോലെ വലിച്ചെറിഞ്ഞ് കടന്നുപോയൊരു മനുഷ്യനെ എനിക്കറിയാം. അതിലപ്പുറമൊന്നും വരില്ല കല്യാണിയുടെ കഷ്ടപ്പാടുകൾ. ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. കല്യാണിക്ക് നിശ്ചയിച്ച് ഇങ്ങനൊരു ജീവിതമായി പോയി. എന്ത് ചെയ്യാം, അനുഭവിച്ചല്ലേ പറ്റൂ.